ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ മാത്രമല്ല ഏകദേശം ഒരു 1 ഇയർ ആയിക്കൊണ്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ടിൽ പ്ലീറ്റ് അടിച്ചു വരുന്ന, അതായത് യോക്ക് പോഷൻ്റെ അവിടെ ചെറിയ രീതിയിൽ പ്ലീറ്റ് അടിച്ചു വന്നിട്ട് ബാക്ക് എ ലൈൻ ആയിട്ടുള്ള പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. 45 വീതിക്ക് 2.25 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ കുർത്തി ബാക്കും ഫ്രണ്ട് സെപ്പറേറ്റ് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം 4ആയിട്ട് മടക്കി ഇട്ടേക്കുന്നത്. ആദ്യം ഞാൻ അതിൻ്റെ കൈ ഫോൾഡർ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് 1/2 മീറ്റർ മുറിച്ച് മാറ്റിയിട്ട് പിന്നീട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പം ആദ്യം കൈ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി എനിക്കിവിടെ 9 ഇഞ്ച് വിരിവാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 15 ഇഞ്ച് വിരിവെടുക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 3.5 ഇഞ്ചാണ് ഞാനിവിടെ താഴേക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എനിക്ക് 3/4 കൈയാണ്, അതുകൊണ്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഹാഫ് കൈയാണ് നിങ്ങൾ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയായിരിക്കും. പിന്നെ 15.5 ഇറക്കം, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 16.5 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് വരച്ച് കൈ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ കൈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വന്ന പീസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ്. അതിനുവേണ്ടി ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഞാൻ ഷോൾഡർ വരച്ചു കൊടുക്കുന്നത്. ഞാൻ സാധാരണ ഷോൾഡർ എടുക്കുന്ന 6 ഇഞ്ചാണ്. ഇപ്പം ഞാൻ വേറൊരു മോഡൽ ബക്കറ്റ് ഷേപ്പാണല്ലോ ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലൈസും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 6.25 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അത് ഞാൻ തയ്ക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ എന്തുകൊണ്ടാണ്. അത് ഞാൻ സാധാ കൈക്കുഴി 6 ഇഞ്ചാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. അത് 6 ഇഞ്ച് വരച്ചു കൊടുത്തിട്ട് ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കൈക്കുഴിക്ക് വേണ്ടിയേ. എന്നിട്ട് അതവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൈക്കുഴിയെ. അത് കഴിഞ്ഞ് എൻ്റെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, 10 ഇഞ്ചാണ്. അത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ തലത്തുമ്പ് ഒരു 2 ഇഞ്ചും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേസ്റ്റ് ഇറക്കം അടയാളപ്പെടുത്തുന്നുണ്ട്. വേസ്റ്റ് ഇറക്കം വന്ന് 13.5 ഇഞ്ചാണ്. അത് കഴിഞ്ഞ് സ്ലിറ്റ് ഇറക്കമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. സ്ലിറ്റ് ഇറക്കം സാധാരണ ഞാൻ സ്ലിറ്റ് ചുരിദാറിന് 18.5 ഇടുന്നത്. ഇത് എ ലൈൻ കട്ട് ആയതുകൊണ്ട് തന്നെ റേഞ്ചും കൂടെ കൂട്ടി 19 അല്ലെങ്കിൽ 19.5 അടയാളപ്പെടുത്താം കേട്ടോ. അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നുണ്ട് 9 ഇഞ്ച്. പിന്നെ അതിന് ശേഷം സ്ലിറ്റ് വണ്ണം ഇച്ചിരി കൂട്ടി, സാധാരണ നമ്മൾ സ്ലിറ്റ് വണ്ണം ഇടുന്നതിലും കുറച്ച് കൂട്ടി എ ലൈന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 12 അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാം തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതവിടെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്ലിറ്റ് വണ്ണത്തിൽ നിന്ന് നേരെ താഴേക്ക് ചെരിച്ച് ഒരു വര വരച്ചു കൊടുക്കുക. ഉള്ള തുണി തീർത്ത് വരയ്ക്കുക കേട്ടോ. എ ലൈൻ അല്ലേ, വിരിവ് വേണമല്ലോ. അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴേന്ന് മുകളിലേക്ക് 3 ഇഞ്ച് കയറ്റി ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ചെറിയൊരു കർവ് കൊടുത്താണ് അവിടെ അടിഭാഗം കട്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് കർവ് കൊടുത്ത് വരച്ചാൽ മതി. സ്കെയിലൊന്നും വേണമെന്നില്ല, ഞാൻ ഉള്ളോട് ചുമ്മാ വെച്ച് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ബാക്ക് പീസിൻ്റെ കഴുത്താണ് കട്ട് ചെയ്യുന്നത്. ഞാൻ 2.25 ഇഞ്ചാണ് അകലെ എപ്പോഴും എടുക്കുന്നത്, അതുപോലെ തന്നെ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4.5 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് വട്ടക്കഴുത്താണ് കേട്ടോ വെട്ടുന്നത്. അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പീസ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെ ഞൊറി വരുമല്ലോ, ഇങ്ങനെ ഞൊറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3.5 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്ക് പീസിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ബാക്കി അളവുകളൊക്കെ ഇതിൽ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് ഞൊറിക്ക് വേണ്ടി ഇങ്ങനെ വരച്ചു കൊടുക്കുക. തുണി രണ്ടായിട്ടാണ് കേട്ടോ മടക്കിയിട്ടേക്കുന്നത്, അതറിയാമല്ലോ. അപ്പം അങ്ങനെ മടക്കിയിട്ട് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പം ഞൊറി വരുമ്പോൾ നമുക്ക് പിന്നെ 7 ഇഞ്ച് ഞൊറി വരും. ഞൊറി കൂടുതൽ വേണ്ടവർ കൂടുതലായിട്ട് ഞൊറി ഇട്ട് കൊടുക്കുക. അവിടെ ഒരുപാട് ഞൊറി വരാതിരിക്കുന്നതാണ് നല്ലത്. കോട്ടനൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഷിഫോണൊക്കെ ആകുമ്പോൾ അധികം ഇട്ട് കൊടുക്കണ്ട, കാരണം ഞൊറി കിട്ടും അവിടെ. അതങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനിയിപ്പം അതിങ്ങനെ അവിടെ അങ്ങനെ ഞൊറി വരും. അത് കഴിഞ്ഞാണ് ബാക്കി നമ്മൾ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്.
ഫ്രണ്ട് പീസിന് ഷോൾഡർ ഞാൻ 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ബാക്ക് പീസിന് 6.25 അടയാളപ്പെടുത്തുക കേട്ടോ. പിന്നെ കൈക്കുഴിയൊക്കെ ബാക്ക് പീസിന് അടയാളപ്പെടുത്തിയ പോലെ തന്നെ 6 ഇഞ്ച് കൈക്കുഴിയും ബാക്കി എല്ലാതും ബാക്ക് പീസിന് അടയാളപ്പെടുത്തിയ പോലെ സെയിം തന്നെ എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാത്രം 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് പീസിന് 6.25 ഫ്രണ്ട് പീസിന് 6 ഇഞ്ചുമാണ് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം അളവ് തന്നെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ ഞുറുക്കി വേണ്ടി 3.5 ഇഞ്ച് വരച്ചു കൊടുത്തില്ലേ, അതിൻ്റെ അപ്പുറത്തുനിന്ന് വേണം നമ്മളെല്ലാ അളവുകളും അടയാളപ്പെടുത്താൻ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ. ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് കഴുത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സെയിം 2.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ അകലം എത്രയാണോ അതനുസരിച്ച് അടയാളപ്പെടുത്തുക. ഞാൻ ആ ഞുറിക്കുള്ള ഞുറിക്ക് 3.5 ഇഞ്ച് വിട്ടില്ല, അവിടെ നിന്നാണ് 2.25 അടയാളപ്പെടുത്തേണ്ടത്. അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.5 ഇഞ്ചാണ് ഞാൻ കഴുത്തിറക്കം എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തോരാണ് എടുക്കേണ്ടത് അതനുസരിച്ച് എടുക്കുക. പിന്നെ ഓരോരുത്തരുടെ അളവനുസരിച്ച് എടുക്കുക. അങ്ങനെ 2.25 അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ വരയിലാണ് വരച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ വരയിൽ നിന്ന് നേരെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെരിച്ച് വരച്ചു കൊടുത്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഞുറിക്കിട്ടില്ലേ, ആ ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ബക്കറ്റ് രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അളവുകളെല്ലാം ശരിയാണോ എന്ന് നോക്കിയിട്ടും ഷോൾഡറൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടൊക്കെയും കട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അതൊക്കെ അളവുകളൊക്കെ ഷോൾഡറൊക്കെ നമുക്ക് കറക്റ്റ് ആണോ, അടിച്ചു വരുമ്പോൾ എന്തോ ഒരു വരും, ലേസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര ഇഞ്ച് ലേസാണ് വെക്കുന്നത്, അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാനേ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ലേസാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കയ്യിലിരുന്നാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഏകദേശം 1 ഇഞ്ചുള്ള ലേസാണ്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് കളർ വെക്കാമെന്ന് ഓർക്കുന്നു. അപ്പം 1 ഇഞ്ച് അതുകൊണ്ടാണ് ഞാൻ 3/4 ഇഞ്ച്, അതായത് 1 ഇഞ്ച് ലേസ് വെച്ചിട്ട് മറിച്ചടിക്കുമ്പോൾ 3/4 ഇഞ്ച് വരും. അതുകൊണ്ടാണ് ഞാൻ 3/4 ഇഞ്ച് ബാക്ക് കഴുത്തിന് കയറ്റി കൊടുത്തത് കേട്ടോ. എന്നിട്ട് ബാക്ക് കഴുത്ത് ഇതിൽ തന്നെ ഞാനപ്പം ലൈനിങ് ഇല്ലല്ലോ, അപ്പം മറിച്ചടിക്കാൻ വേണ്ടി തുണി വേണമല്ലോ. അപ്പോൾ ഇത് വെച്ച് തന്നെ ഞാൻ വെട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ നെക്കിൻ്റെ അകലം വന്ന് ഒരു 2 ഇഞ്ച് 2.25 ഇഞ്ച്, അതിൽ കൂടുതൽ ഒട്ടും പോകരുത് കേട്ടോ. അങ്ങനെ പോയെങ്കിൽ നമ്മുടെ കഴുത്ത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2 ഇഞ്ച് മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കും ആ രീതിയിൽ വച്ച് കഴുത്ത് മറിച്ചടിക്കാൻ വേണ്ടി വരച്ചെടുത്ത് കട്ട് ചെയ്യുന്നുണ്ടേ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അളവുകൾ തെറ്റാതെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ലൈസ് എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ഉള്ള ലൈസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ഞാൻ. അതുകൊണ്ട് 1 ഇഞ്ച് ലൈസാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഒരു 2 ഇഞ്ച് ലൈസും 1.25 ഇഞ്ച് ലൈസൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ചൊക്കെ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടാവും കഴുത്തിനെ. പിന്നെ നിങ്ങൾ ഈ തുണി ഇങ്ങനെ മറിച്ചടിക്കാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കഴുത്തകലം ഒരു 2 ഇഞ്ച് മതി, അതിൽ കൂടുതൽ പോകരുത്. അപ്പം അത് അവിടെ നമ്മൾ കട്ട് ചെയ്തപ്പം ആ ഞുറിയുടെ ഭാഗം കൂടെ ചേർത്താണല്ലോ കഴുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് താഴ്ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വേണം വെട്ടിയെടുക്കാൻ കേട്ടോ. ബാക്ക് പീസും ഞാൻ അങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുർത്തിയുടെ കൈ വെട്ടി മാറ്റി വെച്ചല്ലോ, ആ പീസ് എടുത്തിട്ടുണ്ട്. ആ കൈയുടെ നടുവൊന്നറിയാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കൈയുടെയും ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും അറിയാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുർത്തിയുടെ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഞാൻ ആദ്യം ചെയ്യുന്നത് കഴുത്തടിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത തുണിയുടെ സൈഡൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അതൊരു ഫിനിഷിങ്ങിന് കിട്ടുള്ളൂ. ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് അടിക്കുന്നത്. അതിനുവേണ്ടി ബാക്ക് നെക്കിൻ്റെ കഴുത്ത് ഈ തുണി അറ്റാച്ച് ചെയ്ത് മറിച്ചടിച്ചു കൊടുക്കുന്നുണ്ടേ.
ബാക്ക് നെക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് നെക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ട് നെക്കിൽ ആദ്യം ചെയ്യേണ്ടത് ഞുറി ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. ആ 7 ഇഞ്ച് പോർഷനിൽ നമുക്ക് ഞുറി ഇട്ട് കൊടുക്കണം. അപ്പം ഞുറി അടിച്ചു വരുമ്പം ഒരു 2 ഇഞ്ച് അകലത്തിൽ നിൽക്കണം. 2 ഇഞ്ചോ പാടുള്ളൂ. ആ രീതിയിൽ ചെറുതായിട്ട് ഞുറികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തോരം ചെറിയ ഞുറിയാണെങ്കിൽ ചെറുതായിട്ട്, വലുതാണെങ്കിൽ വലുതായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനവിടെ ഞുറി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞുറി ഇങ്ങനെ വെച്ച് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഞുറി ഇങ്ങനെ ഇട്ടിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ കൂടെ അടിച്ചു കൊടുക്കാവേ. ഇതിപ്പോൾ ഞാൻ കഴുത്തടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് അകലത്തിലാണ് കഴുത്തടിച്ചേക്കുന്നത്. 2 ഇഞ്ച് അകലത്തിൽ കൂടരുത് കേട്ടോ. ആ രീതിയിൽ കഴുത്ത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം കഴുത്ത് ഫിനിഷിങ് ചെയ്യണം. അതിനുവേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് കൊണ്ട് കഴുത്ത് മറിച്ചടിക്കുന്നുണ്ടേ. കഴുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചിടുന്നതിന് മുന്നായിട്ട് കഴുത്തിൻ്റെ 2 എഡ്ജ് ഭാഗത്ത്, താഴ്ഭാഗത്ത് 2 എഡ്ജ് ഭാഗത്ത് നിങ്ങൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക. അത് കട്ടിടുമ്പം സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൊള്ളാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും മറിച്ചിടുമ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ ഫിനിഷിങ് കിട്ടുള്ളേ. നിർബന്ധമായിട്ട് ഈ 2 കട്ടുകൾ നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ കഴുത്ത് മറിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ കഴുത്തിലേക്ക്, ഫ്രണ്ട് കഴുത്തിലേക്കാണ് ഞാൻ ലൈസ് വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു 3/4 ഇഞ്ച് വീതിയിലുള്ള ലൈസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ തരത്തിലാണ് വെച്ച് കൊടുക്കുക. ടോപ്പിൻ്റെ നല്ല വശവും ലൈസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ആ താഴത്തെ എഡ്ജ് ഭാഗം വരുമ്പോഴത്തേക്കും അവിടെ കൊണ്ട് ലോക്കിട്ട് നിർത്തുക. കഴുത്തകലം വരുന്ന ഭാഗത്ത് അടിക്കണ്ട, കാരണം ലൈസ് അകത്തേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അതിനെ ഇതുപോലെ മറിച്ചടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ലേസ് ഇങ്ങനെ മറിച്ചടിക്കുന്നില്ലെങ്കിൽ പിന്നെ അകത്തേക്ക് വെച്ച് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ചെയ്യേണ്ടത് ലൈസ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുണിയൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ ലൈസും നമ്മൾ ടോപ്പിൻ്റെ ഞുറി ഇട്ട് കൊടുത്തില്ലേ, അതും ആ ഞുറിയിട്ട ഭാഗവും തമ്മിൽ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് ഞുറിയുടെ തയ്യൽ പോയ ഭാഗത്തേക്ക് കയറ്റി അടിക്കില്ല, അതിൻ്റെ തൊട്ട് ജസ്റ്റ് ഇപ്പുറത്ത് വെച്ച് ഒന്ന് ഈ ലൈസും ഈ തുണിയും തമ്മിൽ കൂട്ടി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അവിടെ ഈ ലൈസും ഇതും തമ്മിൽ അറ്റാച്ച് ആയിക്കോളും. ഇപ്പം കഴുത്ത് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിനി ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കുകയാണ്. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിൻ്റെ ഷോൾഡർ കൂട്ടിയിട്ടത് എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട് പീസിൽ ഞാൻ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എൻ്റെ ലൈസിൻ്റെ അളവെന്ന് വെച്ചാൽ 1 ഇഞ്ചാണ്, അടിച്ചു വരുമ്പോൾ 3/4 ഇഞ്ച്. അപ്പോൾ ആ 3/4 ഇഞ്ച് അളവാണ് ബാക്ക് പീസിൻ്റെ ഷോൾഡറിൽ ഞാൻ കൂട്ടി കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഏതളവിലാണ് ലൈസ് എടുക്കുന്നത് അതനുസരിച്ച് ഷോൾഡറിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. എന്നാലേ ഇത് തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ടോപ്പിൻ്റെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈയാണ് പിടിപ്പിക്കുന്നത്. അതിനുവേണ്ടി ടോപ്പിലേക്ക് കൈ അറ്റാച്ച് ചെയ്യണേ. 2 ഭാഗത്തെയും കൈ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൈയുടെ തുമ്പ് ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ തുമ്പിലേക്ക് ലൈസാണ് അറ്റാച്ച് ചെയ്യുന്നത്. നെക്കിന് വെച്ച സെയിം ലൈസ് തന്നെയാണ് കൊടുക്കുന്നത്. അതിങ്ങനെ അകത്തോക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ, മറിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ വെച്ച് 2 കൈയുടെയും ലൈസും അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുർത്തിയുടെ നെക്കും കൈയും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം തമ്മിൽ കൂട്ടിയടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി കുർത്തിയുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷേപ്പൊക്കെ വരച്ചിട്ടിട്ടുണ്ടല്ലോ, കൈയുടെ അളവൊക്കെ കറക്റ്റ് അളവിൽ വരച്ചു കൊടുത്തതിന് ശേഷം മുട്ടുസൂചി കുത്തി കൊടുത്താൽ നമുക്ക് എളുപ്പം ഉണ്ടാവും, മാറിപ്പോവുകയില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ കുത്തി കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത അതേ ലൈനിൽ തന്നെ അടിച്ചു കൊടുക്കുക. കുർത്തിയുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗമാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പം ഞാനിങ്ങനെ കർവ് എടുത്ത് വരയ്ക്കുമ്പോഴത്തേക്കും, അങ്ങനെ വെട്ടിയെടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഒരുപാട് വീതിക്കിട്ട് അടി മടക്കി അടിക്കാതെ ചെറിയ രീതിയിൽ ഉരുട്ടി പൈപ്പിംഗ് പോലെ ചെയ്താൽ ഒന്നുകൂടെ ഫിനിഷിങ് തോന്നും കേട്ടോ. ഒന്നുകൂടെ ഇതിൽ കിടക്കണ പോലെ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
അങ്ങനെ കുർത്തി ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കുർത്തിയുടെ നെക്കും കൈയൊക്കെ വരിക. ഇതാണ് കേട്ടോ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കട്ടിങ്ങിനെ കുറിച്ചോ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.